Welcome to my channel Teacher at Home. Today class we are going to learn the first chapter of the 10th class, that is the sensation and response. Okay, we can start the chapter. Observe the picture. Children and other organisms have a variety of experience. What are they? അപ്പോൾ കുട്ടികൾക്കൊക്കെ അല്ലെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാ അത്? പാടത്താണ് കുട്ടികൾ ചെന്നിരിക്കുന്നത്. അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? A child tasting a mango. മാങ്ങ പറിച്ച് കഴിക്കുക ഒരു കുട്ടി. A snail withdrawing its body into a shell when it is touched. ഒരാൺകുട്ടി എന്താ ചെയ്യുന്ന? ഒച്ചിനെ പിടിക്കാൻ പോവുക. അപ്പൊ എന്താ ടച്ച് ചെയ്തപ്പോ തന്നെ അതിന്റെ ആ ഷെല്ലിന്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞിരിക്കുകയാണ്. പിന്നെന്താ കാണുന്നത്? പാരറ്റ് അല്ലെ, പാഡി ഫീൽഡ്സിലേക്ക് പാരറ്റിനെ കാണാം. അപ്പൊ ഒരു കേജ് വെച്ച് അതിനെ പിടിക്കാൻ നോക്കുക. പിന്നെ അപ്പോ അവിടെ എന്താണ് പാടത്തിൽ ആ വെള്ളത്തിൽ ഒരു കുട്ടി അല്ലെ ഫേസ് വാഷ് ചെയ്യാൻ, അങ്ങനെയൊക്കെയാണ് കുട്ടികള് പ്രകൃതിയുമായിട്ട് ഇണങ്ങി കളിക്കുന്നത്. What are the factors to which children and other organisms respond here? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കുട്ടികളും വേറെ ജന്തുക്കളും ഇവിടെ റെസ്പോണ്ട് ചെയ്യണത്? ഏതൊക്കെയാണ്? ടേസ്റ്റ്, ടച്ച്, പിന്നെന്താ സ്മെല്ല് അല്ലെ, and sense of hearing. The senses that evoke responses in organisms are called stimuli. Stimuli എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസ് ഉണ്ടാക്കുക അല്ലെ. എന്തെങ്കിലും നമുക്ക് സെൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാവുക, അപ്പോഴാണ് എന്ത്? ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റിമുലൈ. ഡു വി റെക്കഗ്നൈസ് സ്റ്റിമുലൈ ഓൺലി ഫ്രം അവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്? നമ്മുടെ അടുത്തുള്ള സറൗണ്ടിങ്സിൽ നിന്ന് മാത്രമേ നമുക്ക് സ്റ്റിമുലൈ ഉണ്ടാവുള്ളൂ അല്ലേ? അതായത് ഒരു റെസ്പോൺസ് എന്തെങ്കിലും ഇപ്പൊ കേൾക്കുക, കാണുക, അതിലൂടെ നമുക്ക് അതുമായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും അല്ലെ. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ സ്റ്റിമുലൈ ഫോംഡ് ഇൻസൈഡ് ദ ബോഡി. അപ്പൊ നമ്മുടെ ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് എന്ത്? ഹങ്കറും വിശപ്പും ദാഹവും ഒക്കെ അല്ലെ. ഫൈൻഡ് ഔട്ട് ദ എക്സാമ്പിൾസ് ഓഫ് സച്ച് സ്റ്റിമുലൈ. ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ? അപ്പൊ നമുക്ക് എന്താണ്? വിശപ്പും ദാഹവും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫുഡ് എടുക്കുക അല്ലെ. ആ ഒരു സെൻസ് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഫുഡ് എടുക്കാറ്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് റിസീവ് സ്റ്റിമുലൈ. അപ്പൊ ഈ ടങ്കിലുള്ളതും ഐസിലുള്ളതുമായ സ്റ്റിമുലേറ്റേഴ്സ് ആണ് നമുക്ക് ആ റെസ്പോൺസ് തരുന്നത്. These are specialized cells in the sense organs and other parts of the body to receive stimuli. അതായത് നമ്മുടെ ദേഹത്ത് കുറച്ച് സെൻസ് ഓർഗാൻസ് ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്റ്റിമുലൈ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയാ? റിസപ്റ്റേഴ്സ്. റിസീവ് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിസപ്റ്റേഴ്സ് എന്ന് പറയുക. They receive stimuli and generate suitable impulses. അതായത് അവർ എന്ത് സ്വീകരിക്കും? സ്റ്റിമുലൈ സ്വീകരിച്ചിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യും അല്ലെ. സ്യൂട്ടബിൾ ഇമ്പൾസസ്. Normally responses occur when the impulses generated by the receptors on receiving the stimuli reach the brain. അതായത് റെസ്പോൺസ് എപ്പോഴാണ് ഉണ്ടാവുക? റിസപ്റ്റേഴ്സിൽ നിന്ന് എന്തുണ്ടാവും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും അല്ലെ. ഇമ്പൾസ് ജനറേറ്റ് ഓൺ റിസീവിംഗ് ദ സ്റ്റിമുലൈ റീച്ച് ദ ബ്രെയിൻ. ഈ സ്റ്റിമുലൈ നേരെ എവിടേക്കാ ചെല്ലുക? നമ്മുടെ തലച്ചോറിലേക്കാണ് ചെല്ലുക. ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ആക്ഷൻ. അപ്പൊ എപ്പോഴൊക്കെ നമ്മൾ ഈ സെൻസ് റിസീവ് ചെയ്യുമ്പോൾ അത് നേരെ എവിടേക്കാ ചെല്ലുക? ബ്രെയിനിലേക്കാണ് ചെല്ലുക. എന്നിട്ടാണ് നമ്മൾ ആ സെൻസ് ഫീൽ ചെയ്യുക. നെർവസ് സിസ്റ്റം കൺട്രോൾസ്. നെർവസ് സിസ്റ്റം ആണ് അല്ലെ എന്ത്? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്. ഈ ആക്ഷൻസ് ഒക്കെ കൺട്രോളും കോർഡിനേറ്റ് ചെയ്യണത് ഏതാണ്? നെർവസ് സിസ്റ്റം ആണ്. മേജർ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ട് പറയുന്നത് ബ്രെയിന്, സ്പൈനൽ കോഡ്, പിന്നെ നെർവ്സ്. ന്യൂറോൺ ഓർ നെർവ് സെൽ ഇസ് എ ബേസിക് സ്ട്രക്ചർ. അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂറോൺ ആണ്. എന്ത്? നെർവ് സെല്ലിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഇൻ ദ നെർവസ് സിസ്റ്റം. ഓക്കെ. ലൈക്ക് ഓൾ അതർ സെൽസ് ദ ന്യൂറോൺ ഹാസ് എ സെൽ മെംബ്രെയിൻ. ബാക്കി എല്ലാ സെൽസിനെ പോലെ തന്നെ ന്യൂറോൺസിന് എന്തുണ്ട്? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ന്യൂറോൺ ആണ് എന്ത്? ബേസിക് സ്ട്രക്ചർ. നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. അതിന് എന്തൊക്കെയുണ്ട്? ബാക്കി എല്ലാ സെൽസിനെ പോലെ തന്നെ അതിന് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് അല്ലെ. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസ് ഉണ്ട്. ടാബ്ലറ്റ് ദ മെയിൻ പാർട്ട് ഓഫ് എ ന്യൂറോൺ. ന്യൂറോണിന്റെ മെയിൻ പാർട്ട് ഏതൊക്കെയാണ്? ഡെൻഡ്രൈഡ്, ഡെൻഡ്രോൺ, സ്ക്വാൻസൽ
ആക്സൺ, ആക്സണേറ്റ്, സൈനാപ്റ്റിക് നോബ്. അപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചറും ആൻഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അല്ലെ. ന്യൂറോൺ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ്. പിന്നെന്താണ്, അതിൽ എന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ട് അല്ലെ. പിന്നെ ഡെൻഡ്രൈറ്റ്, ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ, ഇത് കണ്ടില്ലേ ഈ ബ്രാഞ്ചസ്, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻഡ്രൈറ്റ് എന്ന് പറയുക. പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അപ്പൊ മറ്റു ന്യൂറോണിൽ നിന്നും എന്ത് റിസീവ്? മെസ്സേജസ് അല്ലെ, ഇമ്പൾസ് റിസീവ് ചെയ്യണത് ഏതാണ്? ഡെൻഡ്രൈറ്റ് ആണ്. Then next coming it is the dendron, short filament from the cell body. സെൽ ബോഡിയിൽ നിന്നും വരുന്ന ആ ഫിലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻഡ്രോൺ എന്ന് പറയുക. അതിലുള്ള ബ്രാഞ്ചസ്, ആ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെ നമ്മൾ എന്ത് പറയും? ഡെൻഡ്രൈറ്റ് എന്ന് പറയും അല്ലെ. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റിൽ നിന്നും ഇമ്പൾസ് സെൽ ബോഡിയിലേക്ക് ക്യാരി ചെയ്യണത് ആരാണ്? ഡെൻഡ്രോൺ ആണ് ക്യാരി ചെയ്യണത്. ഓക്കെ, ഡെൻഡ്രൈറ്റിന്റെ, അതായത് ഡെൻഡ്രോൺ ആണ് ഇമ്പൾസ് എവിടുന്ന്? ഡെൻഡ്രൈറ്റിൽ നിന്നും റിസീവ് ചെയ്യുന്നത്. ഈ ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുക? ബാക്കി ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇമ്പൾസ് റിസീവ് ചെയ്യും. ഓക്കെ, സ്ക്വാൻ സെൽ എൻസർക്കിൾസ് ആക്സൺ. അപ്പൊ ആക്സണിന് ചുറ്റും ഒരു വലയം സൃഷ്ടിക്കുന്നത് ആരാണ്? സ്ക്വാൻ സെൽ. Then next is the axon, that is the longest filament from the cell body. ആക്സൺ, ഈ നീണ്ട ട്യൂബില്, ദാറ്റ് ഈസ് ദ ആക്സൺ. ആ ഫിലമെന്റ് ആണ് എന്ത്? ആക്സൺ. ക്യാരി ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഈ സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസ് സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ആക്സൺ ആണ് കൊണ്ടുപോകുന്നത്. ആക്സണൈറ്റ്, ബ്രാഞ്ചസ് ഓഫ് ആക്സൺ. ആക്സണിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്സണൈറ്റ് എന്ന് പറയുക. ക്യാരി ഇമ്പൾസസ് ടു ദ സൈനാപ്റ്റിക് നോബ്. അപ്പൊ ബ്രാഞ്ചസ് ഓഫ് ആക്സണിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്സണൈറ്റ് എന്ന് പറയുക. ടു ദ സൈനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസ് ക്യാരി ചെയ്യണത് സൈനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസ് ക്യാരി ചെയ്യണത് ആക്സണൈറ്റ് ആണ്. സൈനാപ്റ്റിക് നോബ്, ടിപ്പ് ഓഫ് ആക്സണൈറ്റ്. ആക്സണൈറ്റിന്റെ ടിപ്പാണ് എന്തുള്ളത്? സൈനാപ്റ്റിക് നോബ് ഉള്ളത്. പിന്നെ സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ സെക്രീറ്റ് ചെയ്യണത് ഏതാ? സൈനാപ്റ്റിക് നോബ്. അപ്പൊ ന്യൂറോണും ന്യൂറോണിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ന്യൂറോൺ എന്ന് പറയുന്നത് നെർവ് സെൽസിന്റെ ബേസിക് യൂണിറ്റ് ആണ് അല്ലെ. ബാക്കി എല്ലാ സെൽസിനെ പോലെ തന്നെ ന്യൂറോൺസിന് എന്തുണ്ട്? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ട്. പിന്നെ എന്താണ് നമ്മൾ ഇത് പഠിച്ചത്? ഡെൻഡ്രൈറ്റിനെ കുറിച്ച് പഠിച്ചു. ഡെൻഡ്രൈറ്റ് എന്താണ്? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് അല്ലെ. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഒരു ഫിലമെന്റ് രൂപമാണ്. ആ ഫിലമെന്റിൽ നിന്ന് ഉണ്ടാവുന്ന ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രൈറ്റ് എവിടെ നിന്നാണ് മെസ്സേജ് റിസീവ് ചെയ്യുക? പുറമേ നിന്നും അല്ലെ, അഡ്ജസന്റ് ന്യൂറോൺ നിന്നൊക്കെ ഇത് റിസീവ് ചെയ്യും. നമ്മുടെ ഡെൻഡ്രോൺ എന്താ ചെയ്യുക? ആ ഡെൻഡ്രൈറ്റ്സിൽ നിന്നും റിസീവ് ചെയ്ത് ഇമ്പൾസ് സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്നത് ആരാ? ഡെൻഡ്രോൺ ആണ് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കാണും എന്താണ്? ഈ സെൽ ബോഡിയൊക്കെ ഒരു ലോങ് ട്യൂബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ, ലോങ് ഫിലമെന്റ്. ആ ഫിലമെന്റ് ആണ് എന്ത് പറയാ? ആക്സൺ എന്ന് പറയുക. ആ ആക്സണിനെ കവർ ചെയ്തിരിക്കണ ഒരു സെൽസ് അല്ലെ, എൻസർക്കിൾസ് ആക്സൺ. എൻസർക്കിൾ ചെയ്തത് ആരാണ്? സ്ക്വാൻ സെല്ലാണ് എൻസർക്കിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ആക്സന്റെ മെയിൻ ഡ്യൂട്ടി എന്താ? ക്യാരി ഇമ്പൾസസ് അല്ലെ. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് ഇമ്പൾസ് ക്യാരി ചെയ്യലാണ് ആക്സന്റെ ഡ്യൂട്ടി. Then next, axonite. Axonite itself, it shows that it is the branches of axon. Dendrite നമ്മൾ പഠിച്ചു അല്ലെ, ഡെൻഡ്രോന്റെ ബ്രാഞ്ചസ്. അതുപോലെ ആക്സണൈറ്റ് എന്ന് പറയുന്നത് ആക്സണിന്റെ ബ്രാഞ്ചസ് ആണ്. ക്യാരീസ് ഇമ്പൾസസ് ടു ദ സൈനാപ്റ്റിക് നോബ്. ഇമ്പൾസസ് എവിടേക്ക് ക്യാരി ചെയ്യണു? സൈനാപ്റ്റിക് നോബിലേക്ക് ക്യാരി ചെയ്യണു അല്ലെ. Then synaptic knob, that is tip of axonite. ആക്സണൈറ്റിന്റെ അറ്റത്തുള്ളതാണ് എന്ത്? സൈനാപ്റ്റിക് നോബ്. അതെന്ത് സെക്രീറ്റ് ചെയ്യുക? ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും. ആക്സൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മൈലിൻ. അപ്പൊ ആക്സൺ, എല്ലാ ന്യൂറോൺസിന്റെയും ആക്സൺ എന്താണ്? മൈലിൻ വെച്ച് എൻസർക്കിൾ കവർ ചെയ്തിരിക്കുകയാണ്. എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. This is called, that is myelin. See here, this is the axon covered with myelin sheath. കണ്ടില്ലേ myelin sheath. പിന്നെന്താണ്? സ്ക്വാൻ സെൽ. Find out the characteristic and significance of myelin sheath. Prepare note based on the indicators. Oligodendrocytes and squam cells. അപ്പൊ ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആക്സണിനെ ചുറ്റും കവർ ചെയ്തിരിക്കുന്നത് മൈലിൻ ഷീത്ത് ആണ് അല്ലെ.
അതിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ മൈലിൻ ഷീത്തിനെ കവർ ചെയ്തിരിക്കുന്ന സ്ക്വാൻ സെൽ. This one is the oligodendrocyte, this portion, oligodendrocyte. Oligodendrocyte and squam cells provide protection to the neuron. അപ്പോൾ ന്യൂറോണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റും സ്ക്വാം സെൽസും. Constructs a myelin sheath by covering the different axons simultaneously. ഓരോ ആക്സണും എന്ത് വെച്ച് കവർ ചെയ്തിരിക്കണം? മൈലിൻ ഷീത്ത് വെച്ച് കവർ ചെയ്തിരിക്കണം. And by covering the different parts of the same axon repeatedly. Myelin sheath is made up of scan cells and seen in the axons in nerves. അല്ലെ, നെർവിലെ ആക്സണിലാണല്ലോ എന്ത് കാണുന്നത്? മൈലിൻ ഷീത്ത് കാണുന്നത്. A scan cell encircle the axon repeatedly. അപ്പൊ സ്കാൻ സെല്ലാണ് ആക്സണിനെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം? എൻസർക്കിൾ ചെയ്തുകൊണ്ടിരിക്കണം. മൈലിൻ ഷീത്ത് എന്തുകൊണ്ട് ഉണ്ടാക്കിയാണ്? സ്കാൻ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ആക്സൺ ആണ് എന്ത്? A squam cell, it encircles the axon. ആക്സണിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്നത് സ്ക്വാൻ സെൽസ് ആണ്. Nerve is a group of axons. Nerve എന്ന് പറയുന്നത് ആക്സണിന്റെ ഒരു കൂട്ടത്തിനെയാണ് നെർവ് എന്ന് പറയുക. മൈലിൻ ഷീത്ത് in the nerves are formed of scan cells. അല്ലെ, മൈലിൻ ഷീത്ത് എങ്ങനെയാണ്? മൈലിൻ ഷീത്ത് in the nerves is formed of scan cells. നമ്മൾ പഠിച്ചു എന്താണ്? ഈ ആക്സണിനെ കവർ ചെയ്തിരിക്കുന്നതാണ് മൈലിൻ ഷീത്ത്. അല്ലെ, അത് സ്ക്വാൻ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. See here, സ്ക്വാൻ സെൽസ് അല്ലെ, അതിന്റെ പുറമേയുള്ള ലെയർ ആണ് സ്ക്വാൻ സെൽസ്. അതാണ് ഇവിടെ പറയുന്നത്. Myelin sheath in the brain and the spinal cord, it is formed of specialized cells called oligodendrocytes. അതായത് മൈലിൻ ഷീത്ത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. It is formed of specialized cells. Myelin sheath in the brain ഉം spinal cord ലും മാത്രമാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. Okay. Then the myelin sheath has അതിന് എന്ത് കളറാണ്? ഷൈനി വൈറ്റ് കളർ. The part of the brain and the spinal cord where myelinated nerve cells are present in abundance is called white matter. Part where non-myelinated gray matter. അപ്പോൾ ഇവിടെ എന്താ പഠിച്ചത്? മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് അല്ലെ. ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് സ്പെഷ്യലൈസ്ഡ് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിനെ നമ്മൾ എന്താ പറയുക? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയും അല്ലെ. മൈലിൻ ഷീത്ത് ഇറ്റ്സെൽഫ് ഹാസ് എ എന്താണ്? ഷൈനി വൈറ്റ് കളർ. ഇറ്റ് ഈസ് ഹാവിംഗ് എ ഷൈനി വൈറ്റ് കളർ. A part of the brain and the spinal cord അല്ലെ, ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിനേറ്റഡ് നെർവ് സെൽസ് കാണുന്നതിനെ വൈറ്റ് മാറ്റർ എന്നും, അത് കാണാത്ത ഭാഗത്തെ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസിനെ നമ്മൾ എന്ത് പറയും? ഗ്രേ മാറ്റർ എന്നും പറയും. ഓക്കെ, വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? നെർവ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സൺസ് ആണെന്ന് പഠിച്ചു അല്ലെ. ഈ മൈലിൻ ഷീത്ത് എവിടെയാണ്? നെർവ്സിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ മൈലിൻ ഷീത്ത് ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് സ്പെഷ്യലൈസ്ഡ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുക. മൈലിൻ ഷീത്ത് ഒറ്റയ്ക്ക് തന്നെ എന്താണ്? വൈറ്റ് കളറാണ് അല്ലെ, ഷൈനി വൈറ്റ് കളർ. ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള മൈലിനേറ്റഡ് നെർവ് സെൽസ് അബണ്ടന്റ് ആയിട്ട് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? വൈറ്റ് മാറ്റർ എന്ന് പറയും. നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസിന് എന്ത് പറയും? ഗ്രേ മാറ്റർ എന്ന് പറയും. The major function of the myelin sheath are to provide nutrients and oxygen to the axon. അപ്പൊ ഈ മൈലിൻ ഷീത്തിന്റെ ആക്ഷൻസ്, പ്രാധാന്യം എന്ന് പറയുന്നത് ന്യൂട്രിയൻസും ഓക്സിജനും ആക്സണിന് കൊടുക്കാനുള്ളതാണ് അല്ലെ. അപ്പൊ ആക്സണിന് ന്യൂട്രിയൻസും ഓക്സിജനും സപ്ലൈ ചെയ്യുന്നത് ആരാണ്? മൈലിൻ ഷീത്ത് ആണ് സപ്ലൈ ചെയ്യുന്നത്. ആക്സലറേറ്റ് ഇമ്പൾസ് ആക്ട് ആസ് അപ്പൊ ഇമ്പൾസ് ആയിട്ട് ആക്ട് ചെയ്തും പിന്നെന്താണ്? ഇലക്ട്രിക് ഇൻസുലേറ്റർ ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സൺ അല്ലെ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അതായത് മൈലിൻ ഷീത്ത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? ന്യൂട്രിയൻസ്, പിന്നെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും ആക്സണിലേക്ക്. Then act as an electric insulator and protect the external ഷോക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യണത് ഏതാ? മൈലിൻ ഷീത്ത് ആണ് പ്രൊട്ടക്ട് ചെയ്യണത്. ഇൻഡിക്കേറ്റേഴ്സ് ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത്, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്, ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. The nervous system manages, controls and coordination through impulse. അപ്പൊ nervous system എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്? ഇമ്പൾസ് അല്ലെ, കൺട്രോൾസ് ആൻഡ് കോർഡിനേഷൻ ത്രൂ ഇമ്പൾസസ് കൂടിയിട്ടാണ് അത് മാനേജ് ചെയ്യണത്. On the basis of the description, indicators and arrive at your inferences. Outer surface of the plasma membrane of a neuron. See here, this is the neuron. So the outer surface of the plasma membrane endana? Positively charged ആണ്. പിന്നെ inner surface ആണെങ്കിലോ negatively charged. This is due to a difference in the contribution of certain ions അല്ലെ.
ചില അയോൺസിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. പുറമേ എന്താണ് പോസിറ്റീവ് ചാർജും ഉള്ളില് നെഗറ്റീവ് ചാർജും. Negative charge. This is due to a difference in the contribution of certain ions. When stimulated, the distribution of ions in that particular part changes and hence the inner surface become. അപ്പോൾ stimulate ചെയ്യുന്ന സമയത്ത് എന്താണ് ആ particular part change ചെയ്യും അല്ലെ, ions വന്നിട്ട് എന്ത് ചെയ്യും, change ചെയ്യും. Here we are seeing positive charge outside and negative charge inside. When it is stimulated, stimulus എവിടെയാണോ സപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്ത് എന്ത് സംഭവിക്കും, നെഗറ്റീവ് ചാർജ് ഔട്ട്സൈഡിലും പോസിറ്റീവ് ചാർജ് ഇൻസൈഡിലും വരും അല്ലെ. ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് certain ions. When stimulated, the distribution of ions in a particular part അല്ലെ, നമ്മൾ പറഞ്ഞത് എന്താ, സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം അയോൺസിന്റെ ഇന്റർ കണക്ഷൻസ് നടക്കും അല്ലെ. പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവും നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ്ലി ആവും. This momentary charge difference stimulates its adjacent part and similar changes occur here too. As this process proceeds, impulses get transmitted as electric charges. Nerve impulses are messages transmitted. Nerve impulses എന്ന് പറയുന്നത് messages ആണ്, എന്ത്, transmitted through the neurons. Neurons കൂടെ transmit ചെയ്യുന്നതാണ് nerve impulses. Indicators, charges on either side of the plasma membrane, change in the charge of ions when stimulated, transmission of nerve impulse. Synapse, impulses generated in the receptor cells reach the brain. അതായത് ഇമ്പൾസ് റിസപ്റ്റർ അല്ല, ഇമ്പൾസസ് ജനറേറ്റഡ് ഇൻ ദ റിസപ്റ്റർ സെൽസ്. റിസപ്റ്റർ സെൽസിൽ എന്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ ചെന്നെത്തും, ബ്രെയിനിലേക്ക് റീച്ച് ചെയ്യും. ദ ബ്രെയിൻ അനലൈസിസ് ആൻഡ് ഗീവ് ഡയറക്ഷൻ ഫോർ പ്രോപ്പർ റെസ്പോൺസ്. അപ്പൊ ബ്രെയിനിലേക്ക് എത്തുന്ന ഈ റിസപ്റ്റർ സെൽസ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്തിട്ട് റെസ്പോൺസിനുള്ള ഡയറക്ഷൻ കൊടുക്കും. ടു മേക്ക് ദിസ് ഇമ്പൾസ് ജനറേറ്റഡ് ഇൻ ദ റിസപ്റ്റർ സെൽസ് that is it reaches the way. അപ്പൊ നമ്മൾ ഏതൊക്കെ റിസപ്റ്റർ സെൽസിലേക്കാണോ ഇമ്പൾസ് കൊടുക്കുന്നത് അത് ഓട്ടോമാറ്റിക് ആദ്യം എവിടെ റീച്ച് ചെയ്യുക, ബ്രെയിനിലേക്ക് റീച്ച് ചെയ്യും. എന്നിട്ടാണ് അത് റെസ്പോൺസ് ചെയ്യുക. To make this possible, the impulse formed in the neuron are to be transmitted to other neuron associated cells. See here, synapse. ഇപ്പൊ ഇലക്ട്രിക് ഇമ്പൾസ് അപ്ലൈ ചെയ്തു, സൈനാപ്റ്റിക് നോബ്, പിന്നെ ഡെൻഡ്രൈഡ്, ഇലക്ട്രിക് ഇമ്പൾസ്, ഇതെന്താ നീങ്ങിയിട്ട് എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ല, ന്യൂറോ ട്രാൻസ്മിറ്റർ, സൈനാപ്റ്റിക് ക്ലഫ്റ്റ്. Synapse is the junction between two neurons or a neuron and അപ്പൊ സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ജംഗ്ഷൻ ആണ് അല്ലെ. ഏതൊക്കെ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ, ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലർ സെൽസ്. അപ്പൊ ഏതൊക്കെ തമ്മിലാണ്, രണ്ട് ന്യൂറോൺ തമ്മിലോ ഒരു മസിൽ സെൽസും ഒരു ന്യൂറോൺ തമ്മിലോ ഗ്ലാൻഡുലർ സെൽസ് തമ്മിലുള്ള ആ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, സിനാപ്സ് എന്ന് പറയുക. When electric impulse from the axon reaches the synaptic node. അപ്പൊ ഇലക്ട്രിക് ഇമ്പൾസ് എവിടെ നിന്നാണ്, ആക്സൺ നിന്ന് സിനാപ്റ്റിക് നോബ് അല്ലെ, സിനാപ്റ്റിക് നോബിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ ചില കെമിക്കൽ സബ്സ്റ്റൻസ് അതിൽ നിന്നും സെക്രീറ്റ് ചെയ്യും. സൈനാപ്റ്റിക് ക്ലഫ്റ്റിൽ നിന്നും ചില കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുക. They stimulate the adjacent dendrite of cell and the new electric impulse. അപ്പൊ എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഡെൻഡ്രൈറ്റിനെയോ സെല്ലിനെയോ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക് ഇമ്പൾസ് അല്ലെ, എന്തെങ്കിലും ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്താ സംഭവിക്കുക, ഇലക്ട്രിക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അസറ്റൈൽകോളിൻ ആൻഡ് ഡോപ്പമൈൻ ആർ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പൊ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണതിന് ഉള്ള കെമിക്കൽസ്, ദാറ്റ് ഈസ് ദ അസറ്റൈൽകോളിൻ ആൻഡ് ദ ഡോപ്പമൈൻ. Synapse helps to regulate the speed and direction of impulse. അപ്പൊ സ്പീഡും ഡയറക്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യണത് സിനാപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ പാരഗ്രാഫിൽ പഠിച്ചത് സിനാപ്സ് എന്ന് പറയുന്നത് ജംഗ്ഷൻ ആണ് അല്ലെ, ഏതൊക്കെ തമ്മിൽ ബിറ്റ്വീൻ ടു ന്യൂറോണും ഒരു ന്യൂറോണും, അല്ലെങ്കിൽ മസിൽ സെൽസും ന്യൂറോണും ആൻഡ് ഗ്ലാൻഡുലർ സെൽസ്. ഇലക്ട്രിക് ഇമ്പൾസ് എവിടെ നിന്നാണ്, ആക്സൺ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് എത്തും അല്ലെ. അപ്പൊ ചില കെമിക്കൽ സബ്സ്റ്റൻസ് എവിടെ നിന്ന്, സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ നിന്ന്. അപ്പൊ ഇലക്ട്രിക് ഇമ്പൾസ് ആക്സൺ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ ചില കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും, സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുക. ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് അല്ലെ, അവർ എന്തിനെയാ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഡെൻഡ്രൈറ്റിനെയോ സെല്ലിനെയോ ഇലക്ട്രിക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അസറ്റൈൽകോളിനും ഡോപ്പമൈനും ആണ് എക്സാമ്പിൾസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്, nerve cell, പിന്നെ ഇത് muscle cell, then glandular cell. Different types of neurons. On the basis of the direction of impulse, neurons, അപ്പോൾ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിസിൽ നമ്മൾ ന്യൂറോൺസിനെ എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്തു, സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സെൻസറി ന്യൂറോൺസ് എന്താ ചെയ്യുക,
ബ്രെയിനിലേക്കുള്ള ഇമ്പൾസസ്, ബ്രെയിനും സ്പൈനൽ കോഡിലേക്കുള്ള ഇമ്പൾസ് ആണ് സെൻസറി ന്യൂറോൺസ് ക്യാരി ചെയ്യുക. മോട്ടോർ ന്യൂറോൺസ് ആണെങ്കിലോ ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പോവാ. അപ്പൊ ആദ്യം ഇമ്പൾസ് എവിടേക്ക് റീച്ച് ചെയ്യും? ബ്രെയിനും സ്പൈനൽ കോഡും. ഏതിലൂടെ? സെൻസറി ന്യൂറോൺസിലൂടെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും റീച്ച് ചെയ്യും. അതിനുശേഷം മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുക? ഈ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും റിസീവ് ചെയ്ത ഇമ്പൾസ് ബാക്കിയുള്ള ബോഡി പാർട്ടിലേക്ക് റീച്ച് ചെയ്യണത് മോട്ടോർ ന്യൂറോൺസ് വഴിയാണ്. ഓക്കെ, അപ്പൊ ന്യൂറോൺസ് ആർ ഓഫ് ടു ടൈപ്സ്. വാട്ട് ആർ ദേ? Sensory and motor neurons. The main function of the sensory neurons is to carry impulses. എവിടെ നിന്നും? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസ് ക്യാരി ചെയ്യുക. മോട്ടോർ ന്യൂറോൺസ് ആണെങ്കിലോ ബ്രെയിനിലേക്ക് റീച്ച് ചെയ്യുക. അതാണ് സെൻസറിയുടെ മെയിൻ പ്രോപ്പർട്ടി. പിന്നെ മോട്ടോർ ന്യൂറോൺ ആണെങ്കിൽ അവിടെ നിന്നുള്ള ഇമ്പൾസ് ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് റീച്ച് ചെയ്യും. See here, this is the nerve axon, tubular structure axon. പിന്നെന്താ? കണക്റ്റീവ് ടിഷ്യൂ. Nerves, you know that nerves are a group of axons and nerve fibers. They are covered by connective tissues. അപ്പൊ nerve എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ആക്സൺസോ നെർവ് ഫൈബേഴ്സിന്റെ ഒരു കൂട്ടത്തെയാണ് nerves എന്ന് പറയുക, അല്ലെ? ആക്സന്റെ കൂട്ടോ അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിന്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക? nerves എന്ന് പറയുക. They are covered by protective tissue, that is a connective tissue. Nerves are classified into three, അല്ലെ? നെർവ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്ത്? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസില്? On the basis nerves and their peculiarities, sensory, motor and mixed neurons. സെൻസറി മോട്ടോർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ അത്? ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസ്, അല്ലെ, പല ബോഡി പാർട്സിൽ നിന്നും ക്യാരി ചെയ്യുന്നത് ആരാ? സെൻസറി നെർവ് ആണ്. മോട്ടോർ നെർവ് ആണെങ്കിൽ ബ്രെയിനും സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന ഇമ്പൾസ് വേരിയസ് ബോഡി പാർട്ടിലേക്ക് ക്യാരി ചെയ്യുന്നത് മോട്ടോർ ന്യൂറോൺ. ഞാൻ മിക്സ്ഡ്, അപ്പൊ ഇത് രണ്ടിന്റെയും ഉള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. ടു ആൻഡ് ഫ്രോ, അല്ലെ, നടത്തുന്നത് ആരാ? മിക്സഡ് നെർവ് ആണ്. Nervous system. The nervous system consists of two parts. ഏതൊക്കെയാ? Central nervous system and peripheral nervous system. Central nervous system and peripheral nervous system ആണ് എന്ത്? Two parts of nervous system. Central parts ഏതൊക്കെയാ ഉള്ളത്? ബ്രെയിനും സ്പൈനൽ കോഡും. ഇത് കണ്ടില്ലേ? ഈ ബോക്സ് നമ്മൾ ഈ പറയണതിൽ നിന്ന് ഫിൽ ചെയ്യണം. ഓക്കെ, നെർവസ് സിസ്റ്റം എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കണോ? സെൻട്രൽ നെർവസ് സിസ്റ്റവും പെറിഫറൽ നെർവസ് സിസ്റ്റവും. ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാ? ബ്രെയിനും സ്പൈനൽ കോഡും. പിന്നെ പെറിഫറൽ നെർവസ് സിസ്റ്റത്തിലോ ക്രാനിയൽ നെർവ്സ്, അത് എത്ര എണ്ണം ഉണ്ട്? 12 പെയർ ഉണ്ട്. സ്പൈനൽ നെർവ്സ് ആണെങ്കിലോ 31 പെയർസ്. ഓക്കെ, then coming under brain. Brain is the central part of the, അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ നമ്മൾ എന്ത് പഠിച്ച്? രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെൻട്രലും പിന്നെന്താ? പെറിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, സെൻട്രൽ ഏതൊക്കെയാ? ബ്രെയിനും സ്പൈനൽ കോഡും. പെറിഫറലോ ക്രേനിയലും സ്പൈനൽ നെർവ്സും. Brain is the central part of the nervous system. Based on the indicators, analyze and discussion, how the brain get nutrition, protection. The brain is protective, അല്ലെ? ബ്രെയിൻ എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? സ്കള്ള്, അല്ലെ? സ്കള്ള് കൊണ്ടാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഡാമേജ് അതിലേക്ക് വരുമ്പോഴാണ് ഈസിലി കോസിങ് ഡെത്ത്. ഓക്കെ, അപ്പൊ ഈ ബ്രെയിൻ എന്തുകൊണ്ട് കവർ ചെയ്തിരിക്കുന്നു? സ്കള്ള്, അല്ലെ? It is covered by a meninges, a 3-layered membrane. ഇതാണ് meninges. See this figure. This is the meninges. This is covered by 3 layers. 3 ലെയർ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ? സ്കള്ള്, അല്ലെ? അത് ഔട്ടർ ലെയർ. പിന്നെ ബാക്കി 2 layers of meninges. The cerebrospinal fluid is filled with the inner membrane of meninges and the verticals of the brain. അപ്പൊ ഫ്ലൂയിഡ് ഫിൽ ചെയ്തിരിക്കുകയാണ്, അല്ലെ? Within the inner membrane of meninges. മെനിഞ്ചസിന്റെ inner membrane with filled ആണ് and the verticals of the brain. The cerebrospinal fluid formed from the blood, it is reabsorbed into the blood. അപ്പൊ ബ്ലഡിൽ നിന്നും ഉത്ഭവിച്ച ഈ cerebrospinal fluid അത് താനെ ബ്ലഡിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യാണ്. ഫങ്ഷൻസ് എന്താണ് cerebrospinal fluidന്റെ? ന്യൂട്രിയൻസും ഓക്സിജനും എന്തിനെ കൊടുക്കുക? ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചറീസ്. അപ്പൊ ഇത് ഈ ബ്രെയിനിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു, അല്ലെ? എവിടെ നിന്നാണ് അതിന് ന്യൂട്രിയൻസ് കിട്ടുന്നത്? എവിടെ നിന്നാ? cerebrospinal fluid നിന്നാണ് ലഭിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്. ഈ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്? ബ്ലഡിൽ നിന്നാണ് CSF ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ റീഅബ്സോർബ് ടു ദ ബ്ലഡ്. The functions of the cerebrospinal fluid is to provide. എന്താണ് അതിന്റെ മെയിൻ ഫങ്ഷൻസ്? എന്താ? Provide the nutrients and regulate the pressure inside the brain and protect the brain from injuries. Injuries നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യണതാണ്
അതിന്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, the different parts of the brain control and coordinates all life activities. Next coming under it is the cerebrum. That is the largest part of the brain. അല്ലെ? അപ്പൊ cerebrum എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനിന്റെ ഏറ്റവും വലിയ പാർട്ടാണ് cerebrum. Numerous fissures and folds are seen. എന്തൊക്കെയാണ്? മടക്കുകളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? See here this one. cerebrum എന്താണ്? മടക്കുകളൊക്കെ കാണുന്നുണ്ട് അല്ലെ? പിന്നെ the grey colored outer part of the cerebrum it is called. grey color ആയ outer part നെ നമ്മൾ എന്ത് പറയും? cortex എന്ന് പറയും. വൈറ്റ് കളറിന് എന്താ പറയുക? മെഡില്ല എന്ന് പറയും. മടക്കുകളും ചുളിവുകളൊക്കെ ഉള്ള ഭാഗം. സെന്റർ ഓഫ് തോട്ട് എന്തിന്റെയൊക്കെയാണ്? ആലോചനയുടെ, ഇന്റലിജൻസ്, ബുദ്ധിയുടെ, ഓർമ്മശക്തിയുടെ, പിന്നെ ഇമാജിനേഷൻ, ഇതിന്റെയൊക്കെ സെന്റർ ഏതാണ്? സെറിബ്രമാണ്. എവോക്ക് സെൻസേഷൻ, നമുക്ക് ഓരോ സെൻസ് മൂവ്മെന്റ്സും അറിയണത് സെറിബ്രത്തിന്റെ സഹായത്തോടെയാണ്. കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ്, voluntary movements, that is heartbeat, then the heartbeat, the sense are coming from the cerebrum. അപ്പോൾ cerebrum എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് cerebrum. കുറെ മടക്കുകളും ചുളിവുകളും സെറിബ്രത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഗ്രേപ്പ് കളേർഡ് പാർട്ടിനെ നമ്മൾ എന്ത് പറയും? കോർട്ടെക്സ് എന്നും വൈറ്റ് കളേർഡ് പാർട്ടിനെ മെഡുല എന്നും പറയും. ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് തോട്ട് അല്ലെ? തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി, സെൻസേഷൻ, ഇതിന്റെയൊക്കെ ഭാഗം എന്താണ്? സെറിബ്രം ആണ്. Control voluntary movements. Then next coming it is the thalamus, situated below the, അതായത് സെറിബ്രത്തിന് ചോട്ടിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തലാമസ് സ്ഥിതി ചെയ്യുന്നത്. See the figure while I am taking the class. Okay, acts as release station of impulses to and fro from the cerebrum. അപ്പൊ ഇമ്പൾസ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയും ഭാഗങ്ങളിൽ നിന്നുള്ള സെൻസേഷൻ അതല്ലെങ്കിൽ ഇമ്പൾസ് സെറിബ്രത്തിൽ നിന്നും തിരിച്ച് വേറെ ഭാഗങ്ങളിലേക്കും റീച്ച് ചെയ്യണത് തലാമസ് വഴിയാണ്. അനലൈസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ഇമ്പോർട്ടന്റ് വൺസ് ടു ദ സെറിബ്രം. പല ഭാഗങ്ങളിലേക്ക് സെൻഡ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെറിബ്രത്തിലേക്ക് സെൻഡ് ചെയ്യും. അപ്പൊ രണ്ട് ഭാഗം നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ്? സെറിബ്രമും തലാമസും. Then next coming under it is the cerebellum. Second largest എന്ന് വന്നത് ഏതാണ്? cerebrum ആണ്. And the second largest it is the cerebellum. Seen behind the cerebrum it has two flaps. കണ്ടില്ലേ? രണ്ട് മടക്കുകളാണ് ഉള്ളത്. Fissures and grooves are present. കുറെ ചുളിവും വരികളൊക്കെ കാണാൻ പറ്റും. Coordinates muscular activities and maintains equilibrium. ബോഡിയുടെ equilibrium മെയിൻറ്റെയിൻ ചെയ്യണത് എന്താണ്? സെറിബെല്ലം ആണ് മെയിൻറ്റെയിൻ ചെയ്യണത്. അതിന് രണ്ട് ഫ്ലാപ്സ് ഉണ്ട്. പിന്നെന്താണ്? ഫിഷേഴ്സ്, മടക്കുകളും ചുളിവുകളും ഇതൊക്കെ ഏതിലുള്ളത്? സെറിബെല്ലത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണത് ഏതാ? സെറിബെല്ലം ആണ്. നെക്സ്റ്റ് കമ്മിങ് അണ്ടർ ഇറ്റ് ഈസ് ദ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ദ റോഡ് ഷേപ്ഡ്, ഇത് കണ്ടില്ലേ? നീളനായിട്ടുള്ള ഒരു ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് ചോട്ടിലാണത്. സീൻ ബിലോ ദ സെറിബ്രത്തിനാണ് കാണുന്നത്. ദെൻ ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം, സെറിബെല്ലത്തിന്റെ അടുത്തേക്കായിട്ടാണത് കാണപ്പെടുന്നത്. കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് like heartbeat. Sorry, I told the voluntary. It is involuntary actions ആണ് എന്ത്? ഹാർട്ട് ബീറ്റും ബ്രീത്തിങ്ങും ഒക്കെ. Hypothalamus seen where situated just below the thalamus ന്റെ ചോട്ടിൽ കാണുന്ന this portion, that is the thalamus, plays an important role in the maintenance of homeostasis. അല്ലെ? ബോഡി ബാലൻസ് ഒക്കെ ടെമ്പറേച്ചറും ഇതൊക്കെ ഹോമോസ്റ്റാറ്റിസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? ബ്രെയിനിന്റെ ഓരോ പാർട്സ് ആണ് അല്ലെ? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ദെൻ ഹൈപ്പോതലാമസ്. സെറിബ്രം എന്ന് പറയുന്നത് ലാർജസ്റ്റ് പാർട്ട് അല്ലെ? പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഏതാണ്? സെറിബെല്ലം ആണ്. ഫോൾഡ് എന്താ? ഫിഷേഴ്സും ഫോൾഡ്സ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്? ഇന്റലിജൻസ്, മെമ്മറി, സെൻസേഷൻ, ഇതൊക്കെയാണ് സെറിബ്രത്തിന്റെ മെയിൻ പാർട്ട്. കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്സ്. then involuntary movements ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് ഇൻവോളണ്ടറി മൂവ്മെന്റ് കൺട്രോൾ ചെയ്യണത്, ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. then medulla oblongata, it is a rod shaped, located near the cerebellum. cerebellത്തിന്റെ അടുത്തായിട്ടാണ് കാണുന്നത്. then coming under it is the cerebellum. We have already told that it is the second largest part and it is seen behind the cerebrum having two flaps. അല്ലെ? ഫിഷേഴ്സും മടക്കുകളും ചുളിവുകളും ഇതൊക്കെ ഇവിടെ സെറിബെല്ലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇറ്റ് മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ദ മസ്കുലർ ആക്ടിവിറ്റി ആൻഡ് മെയിൻറ്റെയിൻസ് ദ എക്വിലിബ്രിയം ഓൺ ദ ബോഡി. അപ്പൊ മസ്കുലർ ആക്ടിവിറ്റിയും ഇക്വിലിബ്രിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണത് എന്താണ്? സെറിബെല്ലം ആണ് മെയിൻറ്റെയിൻ ചെയ്യണത്.
തലാമസ് എവിടെയാണ്? സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന്റെ ചോട്ടിലാണ് എന്ത് കാണുന്നത്? തലാമസ് കാണുന്നത്. Then act as a relay station for impulses to and from the cerebrum. സെറിബ്രത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ തിരിച്ചു പോകുന്നതും എന്താണ്? തലാമസ് വഴിയാണ്. Analyzes impulses from various parts of the body and send the important ones to the cerebrum. പലതരത്തിലുള്ള ഇമ്പൾസസും ചെക്ക് ചെയ്തിട്ട് അത് സെറിബ്രത്തിലേക്ക് ആവശ്യമുള്ളത് റീച്ച് ചെയ്യും. ഹൈപ്പോതലാമസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസിന്റെ ചോട്ടിലാണ് എന്ത് കാണുന്നത്? ഹൈപ്പോതലാമസ് കാണുന്നത്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഹോമോസ്റ്റാറ്റിസ് ആണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. Aren't you convinced the importance of the brain? Next coming it is the spinal cord. It is the continuation of the അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റന്റെ തുടർച്ചയായിട്ടാണ് എന്ത് കാണുന്നത്? ഇതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ആദ്യം നമ്മൾ പറഞ്ഞത് സെറിബ്രം അല്ലെ? സെറിബ്രം, അതിനുശേഷം എന്താ ഉള്ളത്? തലാമസ് ഉണ്ട്, പിന്നെ സെറിബെല്ലം, ഓൺ ദ സൈഡില് സെറിബെല്ലം, ഹൈപ്പോതലാമസ്, തലാമസ് കഴിഞ്ഞ ഹൈപ്പോതലാമസ്, പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. അത് റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ കണ്ടിന്യൂഷൻ ആണ് എന്ത്? സ്പൈനൽ കോഡ് അല്ലെ? On the basis of the indicators, then the spinal cord is protected inside the vertebral column. Spinal cord ne protect ചെയ്തിരിക്കുന്നത് എന്താണ്? Vertebral column ആണ് spinal cord ne protect ചെയ്തിരിക്കുന്നത്. A spinal cord of a newborn baby extends up to a tip of a vertebral column, but in adults it is seen only up to the middle. അല്ലെ? കുട്ടികളിലാണെങ്കിൽ എന്താണ്? ടിപ്പ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ അഡൽട്സിലാണെങ്കിൽ is seen only up to the middle, അല്ലെ? മിഡിൽ ഓഫ് ദ വെർട്ടിബ്രൽ കോളത്തിന്റെ മിഡിൽ വരെ മാത്രമേ സ്പൈനൽ കോഡ് കാണാറുള്ളൂ. Does not grow in proportion to growth of the vertebral column. സ്പൈനൽ കോഡ് വെർട്ടിബ്രൽ കോളം വളരുന്നതിനനുസരിച്ചിട്ട് അത് വളരില്ല. Is protected inside the vertebral column like the brain is also covered. അപ്പൊ ബ്രെയിനിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്? സ്കള്ളും മെനിഞ്ചസും അല്ലെ? 3 ലെയർ മെനിഞ്ചസ് നമ്മൾ പറഞ്ഞു, 2 layered. പക്ഷെ അതേപോലെ തന്നെ സ്പൈനൽ കോഡിനെയും കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? മെനിഞ്ചസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. The central canal seen in the center of the spinal cord is also filled with അപ്പൊ ഈ സെൻട്രൽ കനാലില് എന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? CSF fluid, that is cerebrospinal fluid ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. സ്പൈനൽ കോഡ് വൈറ്റ് മാറ്റർ ഇറ്റ് is seen outside. വൈറ്റ് മാറ്റർ ഔട്ട്സൈഡും ഗ്രേ മാറ്റർ ഇൻസൈഡിലുമാണ് കാണുന്നത്. ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ് ആണ് ഇവിടെ അല്ലെ? സെൻട്രൽ കനാൽ, ഡോസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, then ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. There are 31 pairs of spinal cord arising from the spinal nerves അല്ലെ? സ്പൈനൽ കോഡിൽ നിന്ന് എത്ര സ്പൈനൽ nerves? 31 പെയർ സ്പൈനൽ nerves ആണ് അറൈസ് ചെയ്തിരിക്കുന്നത്. ഡോസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് ജോയിൻ ടു ഫോം ദ സ്പൈനൽ. അപ്പൊ ഈ രണ്ട് റൂട്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക? സ്പൈനൽ നെർവ്. ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ജോയിൻ ചെയ്തിട്ടാണ് what forming the spinal nerve it is forming. Sensory impulses from the spinal cord, that is sensory impulses reach the spinal cord through the dorsal root. അപ്പൊ സെൻസറി ഇമ്പൾസസ് അത് ഏതിലൂടെയാണ് റീച്ച് ചെയ്യണത്? റീച്ച് ദ സ്പൈനൽ ഡോസൽ റൂട്ടിൽ കൂടിയിട്ടാണ് സെൻസറി ഇമ്പൾസ് റീച്ച് ചെയ്യുക. മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ത്രൂ ദ മോട്ടോർ ഇമ്പൾസ് ആണെങ്കിലോ വെൻട്രൽ റൂട്ടിൽ കൂടിയിട്ടാണ് പാസ് ചെയ്യുന്നത്. Impulses from different part of the body are transmitted to and from the brain through the spinal cord. It also coordinates the repeated movement during walking, running, etc. അപ്പൊ സ്പൈനൽ നെർവ്സിന് എത്ര? 31 പെയർ ഓഫ് സ്പൈനൽ നെർവ്സ് അറൈസിംഗ് ഫ്രം ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ എത്ര ഉണ്ട് എന്നാ പറഞ്ഞു? 31 പെയർ ഉണ്ട് അല്ലെ? ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ടു ഫോം എ സ്പൈനൽ നെർവ്. പിന്നെ എന്താ ഉള്ളത്? സെൻസറി ഇമ്പൾസ് എവിടെ നിന്ന് റീച്ച് ചെയ്യും? സ്പൈനൽ കോഡിലേക്ക് റീച്ച് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഡോസൽ റൂട്ട് വഴിയാണ് സെൻസറി ഇമ്പൾസ് റീച്ച് ചെയ്യുക. മോട്ടോർ ഇമ്പൾസ് ഗോ ഔട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. എന്താ പറഞ്ഞ? 31 പെയേഴ്സ് ഉണ്ട് അല്ലെ സ്പൈനൽ നെർവ്സ്. പിന്നെന്താണ്? ഡോസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട് ജോയിനിങ് ടു ഫോം. ഈ രണ്ട് റൂട്ടും ജോയിൻ ചെയ്തിട്ടാണ് see here what is forming? സ്പൈനൽ നെർവ് ഫോം ചെയ്യണത്. സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ദ ഡോസൽ റൂട്ട്. സെൻസറി ഇമ്പൾസ് എവിടേക്കാ റീച്ച് ചെയ്യണത്? സ്പൈനൽ കോഡിലേക്ക് റീച്ച് ചെയ്യണു അല്ലെ? ത്രൂ ഡോസൽ റൂട്ട്. ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ആണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്പൈനൽ നെർവ് ഫോം ചെയ്യുക. സ്പൈനൽ കോഡിലേക്ക് ഇമ്പൾസ് റീച്ച് ചെയ്യണത് ഏത് വഴിയാ? ഡോസൽ റൂട്ട് വഴിയാണ് ഇമ്പൾസ് റീച്ച് ചെയ്യുന്നത്. മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. Impulses from different part of a body are transmitted to and from the brain. അപ്പൊ ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസ് ഏത് വഴിയാ പാസ് ചെയ്യണത്? സ്പൈനൽ കോഡ് വഴിയാണ് പാസ് ചെയ്യണത്. It also coordinates the repeated movements
അല്ലെ? എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് വാക്കിംഗ് റണ്ണിങ് ഒക്കെ പോസിബിൾ ആക്കുന്നത് ഈ സ്പൈനൽ കോഡ് വഴിയാണ്. The accidental and involuntary responses, stimuli called reflex action, they do not happen consciously. Different responses എന്തൊക്കെയാണ്? കല്ല് നമ്മുടെ മേത്ത് വന്ന് വീഴുക, അല്ലെങ്കിൽ മുള്ളിൽ ചവിട്ടുക, അതൊക്കെ പെട്ടെന്നുള്ള റെസ്പോൺസ് നമുക്ക് അറിയാം അല്ലെ? താഴെ ചവിട്ടുമ്പോഴേക്ക് തന്നെ ബ്രെയിനിലേക്ക് അത് റീച്ച് ചെയ്യാണ്. റിസെപ്റ്റർ ജനറേറ്റ് ഇമ്പൾസസ്, സ്റ്റിമുലസ്, സീ ഹിയർ അല്ലെ? തീന്റെ അടുത്ത് കൊണ്ടുവരുമ്പോ തന്നെ പെട്ടെന്ന് ഒരു സെൻസേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് കൈ എടുത്തു മാറ്റും. സെൻസറി ഇമ്പൾസ് ക്യാരി ഇമ്പൾസസ് ടു ദ എവിടേക്കാ? സീ ഹിയർ. ആദ്യം നമ്മൾ ടച്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ വിരലിന്റെ അറ്റത്തേക്ക്, പിന്നെ അത് അങ്ങനെ റീച്ച് ചെയ്തിട്ട് സെൻസറി സ്പൈനൽ കോഡിലേക്ക് റീച്ച് ചെയ്യും. Interneuron, the neuron that connects the sensory neuron and the motor neuron, generates quick response according to the sensory impulse. അപ്പോൾ സെൻസറി നമ്മൾ ന്യൂറോണിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? സെൻസറി മോട്ടോർ ന്യൂറോണിന്റെ ഫങ്ഷൻസ് ടു ആൻഡ് ഫ്രോ മെസ്സേജ് ഇമ്പൾസ് ക്യാരി ചെയ്യുക. അത് എവിടേക്ക് റീച്ച് ചെയ്യും? സെൻസറി ഇമ്പൾസിലേക്ക് റീച്ച് ചെയ്യും. റിലേറ്റഡ് മസിൽസ്, ഈ മസിൽസ് ആണ് വിഡ്രോ ദ ഹാൻഡ് ഫ്രം ദ ആക്ഷൻസ് ഓഫ് ദ മസിൽ. മോട്ടോർ ന്യൂറോൺ ഫ്രം ആൻഡ് സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽസിലേക്ക് അത് ക്യാരി ചെയ്യും. ഓക്കെ. Then alcohol and reflex. Alcohol accelerates the actions. Gamma aminobutyric acid, GABA, a neurotransmitter in the brain, accelerates the actions. അപ്പോൾ ആൽക്കഹോൾ എന്ത് ചെയ്യും? ഈ ഗാബ, ദാറ്റ് ഈസ് ഗാമ അമിനോബ്യൂട്രിക് ആസിഡ് അല്ലെ? ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അത്. ഹയർ ഡോസസ് ഓഫ് ദ ന്യൂറോ റിട്ടാർഡ് ദ ബ്രെയിൻ ആക്ഷൻ വിച്ച് ഇൻ ടേൺ വീക്കൻസ് ആൻഡ് റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് പ്രിവെന്റ് മേക്കിംഗ് പ്രോപ്പർ ഡിസിഷൻ അറ്റ്. അപ്പൊ ഈ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്തവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഫർമേഷനും അവർക്ക് ലഭിക്കില്ല. കാരണം എന്താണ്? അത് ഈ ബ്രെയിനിൽ പ്രസന്റ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ ഇല്ലേ, ഗാബ, അതിനെ ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ വിച്ച് ഇൻ ടേൺ വീക്കൻസ് ആൻഡ് റിഫ്ലെക്സ് ആക്ഷൻ അല്ലെ? വീക്കൻ ചെയ്തിട്ട് എന്താണ്? റിഫ്ലെക്സ് ആക്ഷൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല. മെയിൻലി സ്പൈനൽ കോഡ് വീക്കൻസ് ആൻഡ് റിഫ്ലെക്സ് ആക്ഷൻ. Reflex arc is a pathway of impulse in the reflex action. Mainly the spinal cord acts as the centers of reflex action are called spinal reflexes. Spinal reflex എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലെക്സ് ആർക്ക് ആണ് ഏതിന്റെ പാത്വേ? റിഫ്ലെക്സ് ആക്ഷന്റെ പാത്വേ. സ്പൈനൽ കോഡ് ആണ് അത് ആക്ട് ചെയ്യുക, റിഫ്ലെക്സ് ആക്ഷന് സഹായിക്കുക. ആ റിഫ്ലെക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പൈനൽ റിഫ്ലെക്സസ് എന്ന് പറയുക. എല്ലാ റിഫ്ലെക്സും എന്താണ്? സ്പൈനൽ കോഡിന്റെ കൺട്രോളിലല്ല. ഡോണ്ട് ബി ബ്ലിങ്ക് അവർ ഐസ് വെൻ ലൈറ്റ് സഡൻലി ഫോൾസ് ഓൺ ദ ഐസ്. This is also a reflex action. Such reflexes under the control of cerebrum. അല്ലെ? നമ്മൾ ലൈറ്റ് ഒന്ന് നമ്മുടെ കണ്ണിന്റെ അടുത്തേക്ക് ആവുമ്പോൾ കണ്ണ് ചിമ്മാറുണ്ട്. അത് എന്തിന്റെ റിഫ്ലെക്സ് ആക്ഷൻ? സെറിബ്രൽ റിഫ്ലെക്സിന്റെ പ്രവർത്തനം മൂലമാണ്. Autonomous nervous system. There may be the incident when you felt sudden fear or sadness. ഏതൊക്കെയാണ്? പാമ്പിന് അല്ലെ? Seeing a snake suddenly. What are the changes that take place in the body during emergency situation? ഹാർട്ട് ബീറ്റ് കൂടുമ്പോ, പിന്നെ അല്ലെ ബ്രീത്തിങ് പ്രോബ്ലം, അതൊക്കെ ഒരു സഡൻ ആയിട്ടുള്ള ഇതാണ്. Shouldn't the changes to control to normal state activity that take place beyond the conscious level are controlled by the autonomous nervous system and a part of the peripheral nervous system. Sympathetic system, parasympathetic together form the എന്ത് ഫോം ചെയ്യും? autonomous nervous system ഫോം ചെയ്യും അല്ലെ? sympathetic system, parasympathetic system. The pupil, അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഇത് പറയണം? Pupil in the eye dilates, production of saliva decreases അല്ലെ? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. എന്താണ്? പ്യൂപ്പിൾ അല്ലെ? കയ്യിലുള്ള ഓർഗൻ ആണ് പ്യൂപ്പിൾ. That one dilates. സലൈവ പ്രൊഡക്ഷൻ എന്താവും? ഡിക്രീസ് ചെയ്യും. ട്രക്കിയ എക്സ്പാൻസ്, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ്, ഗാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ. പിന്നെന്താണ്? ഗാസ്ട്രിക് ഗ്ലൈക്കോജൻ കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. Peristalsis in the intestine slow down. Then urinary bladder regains normal state. Production of hormone increases. In the parasympathetic system, the pupil, what happens to it? It contracts. Then production of, അതായത് നേരെ ഓപ്പോസിറ്റ്. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെയാണോ ഒക്കർ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തിലുണ്ടാവുക? പാരസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ ഈ പിക്ചറിൽ നിന്ന് എടുത്തെഴുതുക. ഓക്കെ. നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡർ ഏതൊക്കെയാ? അത് റാബിസ് അല്ലെ? അതൊക്കെ ഇതിന്റെ ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഡിസീസ് അൾഷിമിയേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. അൾഷിമിയേഴ്സ് എന്താണ്? അക്യുമുലേഷൻ ഓഫ് എൻ ഇൻസോൾബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ന്യൂറോൺസ് ഗെറ്റ്
അപ്പൊ ഒരു പ്രോട്ടീൻ അല്ലെ ഇൻസോൾബിൾ ആയിട്ട് കിടക്കുകയാണ് എവിടെ ബ്രെയിനില് ന്യൂറൽ ടിഷ്യൂ ഓഫ് ദ ബ്രെയിനില്. അപ്പൊ എന്താവും ഓട്ടോമാറ്റിക് ആ ന്യൂറോൺ നശിച്ചു പോകും. നശിക്കുന്നതോടൊപ്പം എന്ത് സംഭവിക്കും? നമ്മുടെ മെമ്മറി ലോസ് ചെയ്യും, ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ പറ്റാതെയാവും. പാർക്കിൻസൺസ്, ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ. അപ്പൊ ഇതും ബ്രെയിനിൽ സംഭവിക്കുന്നത് തന്നെയാണ്. എന്താണ്? ഗാംഗ്ലിയോൺ ബ്രെയിനിൽ നമ്മൾ ആക്സോൺ ഡെൻഡ്രോൺസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ, അതിൽ ഗാംഗ്ലിയോൺസ് ഉണ്ട്. അപ്പോ പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ അല്ലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. ആക്സന്റെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമൈൻ. ഓഫ് ദ ബ്രെയിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്, അത് റെഡ്യൂസ് ആവും, കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ബോഡിക്ക് ഒരു ബാലൻസിൽ നിൽക്കാൻ തന്നെ പറ്റാതെയാവും. ഇറഗുലർ മൂവ്മെന്റ്സ് ഓഫ് മസിൽ, ഷിവറിംഗ് അല്ലെ, ബോഡി ഷിവർ ചെയ്യും, കാരണം നമുക്ക് ശരിക്കും നിൽക്കാൻ പോലും പറ്റുന്നില്ല. പ്രൊഫ്യൂസ് സലൈവേഷൻ, then epilepsy, continuous and irregular flow of ബ്രെയിനിലേക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലർ കോൺട്രാക്ഷൻ, മസിൽസ് ഒക്കെ കോൺട്രാക്ട് ചെയ്യുക, പിന്നെന്താണ് പതയും നൊരയൊക്കെ വായിൽ നിന്ന് വരിക, ക്ലെൻജിങ് ഓഫ് ദ ടീത്ത് ഫോളോയിങ് ദ പേഷ്യൻസ് ഫോർ അൺകോൺഷ്യസ്. അപ്പൊ പല്ല് കാരണം എപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എന്ത് സംഭവം? പല്ലൊക്കെ പോയി അല്ലേ, പൊട്ടിപ്പോവും. The nervous system helps us to experience various stimuli as well as respond towards them. അപ്പൊ നെർവസ് സിസ്റ്റം ആണ് നമുക്ക് എപ്പോഴും ഈ സ്റ്റിമുലൈ അല്ലെ റെസ്പോൺസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് തരുന്നത്. അപ്പൊ അതിനെന്താണ്? സ്പെഷ്യൽ കെയർ ടു ബി ടേക്കൺ ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ദ ഓർഗൻ സിസ്റ്റം. റിസപ്റ്റർ ദാറ്റ് റിസീവ് സ്റ്റിമുലൈ പ്രൊമോട്ട് ദ ആക്ഷൻസ്. അപ്പൊ സ്റ്റിമുലൈ റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് അത് ഏതിന്റെ ആക്ഷനെ പ്രൊമോട്ട് ചെയ്യും? നെർവസ് സിസ്റ്റത്തിന്റെ ആക്ഷൻ തന്നെ പ്രൊമോട്ട് ചെയ്യും. So in this chapter we learned all about the nervous system, receptors, stimuli, everything. If you are interested in this, please do like, share and subscribe my channel. Okay, thank you.